ക്വസ്റ്റ്യൻ സാധാരണ ഇതിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ മെട്രിക്സ്. ഓക്കെ, സോ കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂഷൻ മെട്രിക്സ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദി പെർഫോമൻസ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ മോഡൽ. ഒരു ക്ലാസിഫയർ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസിഫയറിൻ്റെ പെർഫോമൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, പിന്നെ പെർഫോമൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ദാറ്റ് കാറ്റഗറൈസസ് പ്രഡിക്ഷൻസ്. ഇത് ഡെഫിനിഷനാണ്, ഓർത്തേക്കുക. കൺഫ്യൂഷൻ മെട്രിക്സ് ഈസ് എ ടേബിൾ ദാറ്റ് കാറ്റഗറൈസസ് പ്രഡിക്ഷൻ. ഒരു ടേബിളാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ക്ലാസിഫയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ട്രെയിനിങ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ ആ ക്ലാസിഫയർ ഫോം ചെയ്യും. വൺസ് ദ ക്ലാസിഫയർ ഈസ് ഡിസൈൻഡ്, എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ട്രെയിനിങ് ഡാറ്റ സെറ്റ് വെച്ച് അതിനെ ട്രെയിൻ ചെയ്തിട്ട് ഒരു മോഡൽ ജനറേറ്റ് ചെയ്തു, അതായത് ക്ലാസിഫയർ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ മോഡൽ. അപ്പോൾ മോഡൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മോഡലിനെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നന്നായി പ്രഡിക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ടെസ്റ്റ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കും. അപ്പോൾ ടെസ്റ്റ് ഡാറ്റ സെറ്റ് വെച്ച് വർക്ക് ചെയ്യുമ്പം ചില എക്സാമ്പിൾസിനെ, ചില ഡാറ്റ ഐറ്റത്തിനെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും, ചിലതിനെ ഇൻകറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. മനസ്സിലായോ? സാധാരണ ഇതിലെല്ലാം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യണം, എല്ലാ ടെസ്റ്റ് ഡാറ്റാ സെറ്റിനെയും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ്റെ അർത്ഥം എന്താണ്? അത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മോഡലാണെന്ന് പറയും. പക്ഷേ യൂഷ്വലി അങ്ങനെ ഉണ്ടാവില്ല. അതിന് പകരം കുറേ എണ്ണത്തിന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും, കുറച്ച് എണ്ണത്തിന് ഇൻകറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിന് നമ്മളൊരു പെർഫോമൻസിന് ഒരു മെഷർ, എത്രത്തോളം ആക്യുറസി ഉണ്ട്, എത്രത്തോളം അതിൻ്റെ പ്രെസിഷൻ ഉണ്ട് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് ആണ് നമ്മൾ അതിന് ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ കൺഫ്യൂഷൻ മെട്രിക്സിൽ വരുന്നത്. അതായത് ഇറ്റ്സ് എ ടേബിൾ ദാറ്റ് കാറ്റഗറൈസസ് പ്രഡിക്ഷൻ. അപ്പോൾ നമ്മൾ ചോദിക്കുക കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആക്ച്വൽ നമ്മളോട് വരയ്ക്കാൻ പറയും കൺഫ്യൂഷൻ മെട്രിക്സ്. അപ്പോൾ ഇതിങ്ങനെ വരുന്നത്: ആക്ച്വൽ കണ്ടീഷൻ ട്രൂ, ആക്ച്വൽ കണ്ടീഷൻ ഫാൾസ്, പ്രെഡിക്റ്റഡ് കണ്ടീഷൻ ട്രൂ, പ്രെഡിക്റ്റഡ് കണ്ടീഷൻ ഫാൾസ്. അപ്പോൾ ഇതിൽ വരുന്ന ഫീൽഡ് ഇതാണ്: ടി പി, എഫ് പി, ടി എൻ ആൻഡ് എഫ് എൻ. ടി പി എന്ന് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവ്, എഫ് പി ഫാൾസ് പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ്. ഇതാണ് വരുന്ന ഫീൽഡിൻ്റെ ടേബിളിൻ്റെ വാല്യൂസ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടെസ്റ്റ് ഡാറ്റ സെറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആക്ച്വൽ കണ്ടീഷൻ ട്രൂ ആണ്, പ്രെഡിക്റ്റഡ് കണ്ടീഷൻ ട്രൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് ഡാറ്റ സെറ്റിൽ 10 എണ്ണത്തിന് എന്ത് ചെയ്തു? ആക്ച്വൽ ട്രൂ ആണ്, പ്രെഡിക്റ്റഡ് ട്രൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ട്രൂ പോസിറ്റീവിലാണ് അത് വരിക. എന്ന് വെച്ചാൽ ആ ആക്ച്വൽ ട്രൂ ആയിട്ടുള്ള അതിനെ എന്ത് ചെയ്യുന്നു? ഈ ക്ലാസിഫയർ ട്രൂ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആക്ച്വൽ ട്രൂ ആയിട്ടുള്ളതിന് ആക്ച്വൽ കണ്ടീഷൻ ഫാൾസ് ആണ്, പക്ഷേ പ്രെഡിക്റ്റ് ചെയ്ത് ട്രൂ ആയിട്ടാണെന്ന് എന്താ പറയുന്നത്? അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതായത് ഫാൾസ് പോസിറ്റീവ്, അതായത് പോസിറ്റീവായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് പക്ഷേ നെഗറ്റീവാണ്. അതുപോലെ തന്നെ ആക്ച്വൽ കണ്ടീഷൻ ട്രൂ, അതായത് നമ്മൾ ആക്ച്വൽ വാല്യൂ ട്രൂ ആണ്, പക്ഷേ ഈ ക്ലാസിഫയർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഫാൾസ് ആയിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫാൾസ് നെഗറ്റീവ് എന്ന് പറയും. അതേ സമയത്ത് ആക്ച്വൽ നെഗറ്റീവായിട്ടുള്ള വാല്യൂവിനെ ഈ ക്ലാസിഫയർ നെഗറ്റീവായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു നെഗറ്റീവായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയും. അപ്പം ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് ആണെന്തെന്ന്? കറക്റ്റ് പ്രഡിക്ഷൻ. മറ്റേത് ഇൻകറക്റ്റ്. ഇപ്പം ഇത് രണ്ടും കറക്റ്റ് പ്രഡിക്ഷനാണ്. അതായത് പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഇൻകറക്റ്റ് പ്രഡിക്ഷൻസാണ്. അതായത് പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും, നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും. അത് ഇതിലാണ് വരുന്നത്. പോസിറ്റീവായിട്ട് ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളതിനെ നെഗറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മൾട്ടി ക്ലാസ് ഡാറ്റാ സെറ്റും പറ്റും. അതിൽ നമ്മൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി. നമ്മളോട് ഈ എന്താണ് കൺഫ്യൂഷൻ മാട്രിക്സ് വരയ്ക്കാനും പറയും. അതിൻ്റെ കൂടെ ചില ആക്യുറസീൻ്റെ മെഷേഴ്സ്, അതാണ് പ്രിസിഷൻ, റീകോള്, ആക്യുറസി എന്ന് പറഞ്ഞ കുറച്ച് വാല്യൂസ് ഉണ്ട്, അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ടി പി ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് പി ആണ്. ടി പി എന്ന് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവ്, എഫ് പി ഫാൾസ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ കൺഫ്യൂഷൻ മാട്രിക്സ് വരച്ചിട്ട് ടി പിയും എഫ് പിയും എഫ് എന്നോ കണ്ടുപിടിക്കുക, അതിനുശേഷം ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അതാണ് വരുന്നത്. മനസ്സിലായോ? ഈ ടേബിൾ വരയ്ക്കുക, എന്നിട്ട് ടി പി, എഫ് പി, ടി എൻ, എഫ് എൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ റീകോളിൻ്റെ ഫോർമുല ഇതാണ്. എന്ത് ചെയ്യുന്നു? ടി പി ഡിവൈഡ് ബൈ ടി പി പ്ലസ് എഫ് എൻ. അപ്പോൾ ടി പി എഫ് എൻ നമുക്ക് അറിയണം, എഫ് പി അല്ലേ. അതിനുശേഷം ബാക്കിയുള്ള മെഷേഴ്സ്. അതുപോലെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ ഇതും ചോദിക്കാം, ആക്യുറസി, സെൻസിറ്റിവിറ്റി, ഇതൊക്കെ. അപ്പോൾ ഈ ഫോർമുല ഒന്ന് ഓർത്തിക്കുക. എന്താണ് ഇതിന്? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സ് വരച്ച് ടി പിയും എഫ് പിയും ടി എൻ, എഫ് എനും കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത്രയേ ഉള്ളൂ അതിൽ വർക്ക്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു മൾട്ടി ക്ലാസ് ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. ഒരു ക്ലാസിഫയർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. ക്ലാസിഫയർ എന്ത് ചെയ്തു? എക്സ്പെക്റ്റഡ് പ്രഡിക്റ്റഡ് നിങ്ങൾ കണ്ടോ? അതായത് എക്സ്പെക്റ്റഡ് പ്രഡിക്റ്റഡ് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ഡാറ്റയാണത്. ഈ ടെസ്റ്റ് ഡാറ്റേൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫയർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്.
അപ്പം എക്സ്പെക്റ്റഡ് നമുക്കറിയാം എന്താണ് നമ്മൾ ആക്ച്വൽ വാല്യൂ എന്ന് നമുക്കറിയാം, എക്സ്പെക്റ്റഡ് വാല്യൂ അല്ല ആക്ച്വൽ വാല്യൂ. പക്ഷേ ഇത് ക്ലാസിഫയർ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മാനായിട്ടുള്ള ഫസ്റ്റ് കേസ് നോക്കുക, മാനിനെ വുമണായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തും, സെക്കൻഡ് മാനിനെ മെന്നായിട്ടും, തേർഡ് വുമണിനെ വുമണായിട്ടും, ഫോർത്ത് മാനിനെ മെൻ, ഇങ്ങനെയാണ് വരുന്നേക്കുന്നത്. അതായത് ആക്ച്വൽ വാല്യൂ പ്രൊഡിക്റ്റഡ് വാല്യൂ എന്താണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കൺഫ്യൂഷൻ മാട്രിക്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഡ്രോ എ കൺഫ്യൂഷൻ മാട്രിക്സ് എന്നാണ് ഫസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ടേബിൾ വരയ്ക്കാം. അതായത് ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാം. ഇവിടെ വരയ്ക്കാൻ സൗകര്യക്കുറവായതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം വരയ്ക്കാം. ഇതിനകത്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടി പി ആണ് ഇവിടെ കൊടുക്കുന്നത്. എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എഴുതാം. ടി പി ട്രൂ പോസിറ്റീവ് ആണ് ഇവിടെ വരിക. ഇവിടെ എന്താണ് ട്രൂ നെഗറ്റീവാണ് വരിക. അതായത് കറക്റ്റ് പ്രൊഡിക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ എന്താണ് ഫാൾസ് പോസിറ്റീവ് അല്ലേ, പിന്നെ ഫാൾസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റ്. ഇതാണ് ഇങ്ങനെ ഒരു ടേബിൾ, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ, അതായത് എന്താ പറയുക, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ആക്ച്വൽ മാൻ ഇവിടെ അങ്ങനെ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആക്ച്വൽ മാൻ, ആക്ച്വൽ വുമൺ, പിന്നെ പ്രെഡിക്റ്റഡ് മാൻ, പിന്നെ പ്രെഡിക്റ്റഡ് വുമൺ. മനസ്സിലായോ? അതായത് ആക്ച്വൽ മാൻ, ആക്ച്വൽ വുമൺ, പ്രെഡിക്റ്റഡ് മാൻ, പ്രെഡിക്റ്റഡ് വുമൺ എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഈ കൗണ്ടുകൾ എഴുതുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു മിനിറ്റ് എന്താ നോക്കാം. ഇതല്ലേ ക്വസ്റ്റ്യൻ. അതായത് നമ്മളിങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട്, 4 ഇതിലുള്ള ടേബിൾ വരച്ചിട്ട് അതിൽ എന്താണ് ഫസ്റ്റ് ഇത് എന്താണ് ആക്ച്വൽ, ഇത് എന്താണ് ആക്ച്വൽ മാൻ, പിന്നെ ഇവിടെ എന്താണ് ആക്ച്വൽ വുമൺ, പിന്നെ എന്താണ് ഇവിടെ പ്രെഡിക്റ്റഡ് മാൻ, പ്രെഡിക്റ്റഡ് വുമൺ, ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് വാല്യൂ നോക്കാം. അതായത് മെന്നെ അതെന്താണ് ആക്ച്വൽ മെൻ, പ്രെഡിക്റ്റഡ് മെൻ എന്ന് പറഞ്ഞാൽ മെന്നിനെ മെന്നായിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന കേസ് അതിന് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം. വുമണിനെ വുമണായിട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് ട്രൂ നെഗറ്റീവായിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ ആക്ച്വൽ പ്രൊഡിക്ഷൻസ് മെന്നിനെ മെന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. മെന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന കേസ് എന്തൊക്കെയാണ്? 1 ഇതുണ്ട്, 2 ഇതുണ്ട്, പിന്നെ 3 ഇതുണ്ട്, അത്രയും 3 എണ്ണം. അപ്പോൾ നമ്മളിവിടെ ട്രൂ പോസിറ്റീവ് മെൻ, ആക്ച്വൽ മെൻ, പ്രെഡിക്റ്റഡ് മെൻ, ട്രൂ. അതുപോലെ തന്നെ എന്താണ് പിന്നെ മാറിപ്പോയി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വുമണിനെ വുമണായി പ്രൊഡിക്റ്റ് ചെയ്യുന്ന കേസ്. ഇപ്പോൾ ഞാൻ ആ ടേബിൾ അയച്ചു പോയി. അപ്പോൾ വുമണിനെ വുമണായിട്ട് അതാണ് ആക്ച്വൽ ട്രൂ നെഗറ്റീവ്, വുമണിനെ വുമണായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന കേസ് അല്ലേ. ഇത്രയും എണ്ണം വുമൺ വുമൺ, അതായത് 4 എണ്ണം വുമണിന് വുമൺ, 3 എണ്ണം മെന്നായിട്ട്. അതായത് ട്രൂ പോസിറ്റീവ് 3. അപ്പോൾ എന്ത് കിട്ടി? ട്രൂ പോസിറ്റീവ് 3 എന്ന് കിട്ടി, ട്രൂ നെഗറ്റീവ് എത്ര കിട്ടി? 4 എന്ന് കിട്ടി അല്ലേ. വുമണിന് വുമണായിട്ട് പ്രൊഡിക്ഷൻ 4 ഉണ്ട്, മെന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 3 എണ്ണമാണ് ഉള്ളത്. ഇനി അടുത്തെന്താണെന്ന് വെച്ചാൽ ട്രൂ ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വുമണിനെ മെന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുക അതല്ലേ, അതാണ് ഇവിടെ വരുന്നത്. വുമണിനെ മെന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന കേസാണ് ഫാൾസ് പോസിറ്റീവ്. അതായത് വുമൺ മാൻ നോക്കാം. വുമൺ മാൻ എത്ര? ഒരു വുമൺ മാൻ എത്ര ഉള്ളൂ? ഒരു വുമൺ മാനേ ഉള്ളൂ. അപ്പോൾ ഫാൾസ് പോസിറ്റീവ് 1 ഉള്ളൂ, ഫാൾസ് പോസിറ്റീവ് 1 ഉള്ളൂ. അതുപോലെ തന്നെ മെന്നെ വുമണായി പ്രൊഡിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഫാൾസ് നെഗറ്റീവ്, ആക്ച്വൽ മെന്നാണ് പക്ഷേ പ്രൊഡിക്റ്റഡ് വുമൺ. മെൻ വുമൺ എത്ര? 1, പിന്നെ 2 അല്ലേ, 2 എണ്ണം മെന്നെ വുമണായി പ്രൊഡിക്റ്റ് ചെയ്യും. മെൻ വുമൺ 2 എണ്ണം, കറക്റ്റ് അല്ലേ. അപ്പം ഫാൾസ് നെഗറ്റീവ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ സൊല്യൂഷനായിട്ട് ഇട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സ് വരയ്ക്കാം. കൺഫ്യൂഷൻ മാട്രിക്സ് വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കിട്ടിയ റിസൾട്ട് ഇത്രയായിരുന്നു. എന്തൊക്കെയായിരുന്നു? ആകെ 10 റെക്കോർഡല്ലേ ഉള്ളൂ, 10 റെക്കോർഡ്. ആദ്യം ഇവിടെ 3, ഇവിടെ 4, 3, 4, 7 അല്ലേ. ബാക്കി ഒരു മെന്നെ വുമണായിട്ട്, സോറി ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വുമണിനെ മെന്നായിട്ട് ഡിക്ലെയർ 1 ഉള്ളൂ, വുമൺ മെൻ 1 ഉള്ളൂ. ബാക്കി എത്രയാണ്? മെൻ വുമൺ 2. ഇപ്പോൾ കറക്റ്റ് അല്ലേ? 3, 4, 6, 10, ടോട്ടൽ 10 റെക്കോർഡുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ കൺഫ്യൂഷൻ മാട്രിക്സ്. കൺഫ്യൂഷൻ മാട്രിക്സ് വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കോളാണ് ഈ 3 എന്നാണ് എന്താണ്? ട്രൂ പോസിറ്റീവ് ആണ്. അപ്പോൾ ട്രൂ പോസിറ്റീവ് 3, ട്രൂ നെഗറ്റീവ് എത്രയാണ്? 4 ആണ്. നിങ്ങൾ ആ ടേബിൾ നോക്കി അറിയാം. പിന്നെ ഫാൾസ് പോസിറ്റീവ് 1, ഫാൾസ് നെഗറ്റീവ് 2 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആക്യുറസി, പ്രെസിഷൻ, റീകോൾ എന്ത് ചെയ്താൽ മതി? ആ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് കൺഫ്യൂഷൻ മാട്രിക്സ്.